Hello, welcome to Market Discussion of the Day. Today, September 3rd, 2025, വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ ന്യൂസുകളിലോട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് ഫസ്റ്റിലെ നമുക്ക് നോക്കാം. സോ ഫണ്ടമെൻ്റൽ സൈഡിൽ ഇന്ന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. സോ ഇന്ന് നമുക്ക് 10 മണിക്ക് രാവിലെ ഓൾറെഡി ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ്ലി യൂറോനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസ് ആയിരുന്നു. ഉച്ചയ്ക്ക് 2:15 UK ടൈമിംഗ് ആണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. അതിനുശേഷം 3 മണിക്ക് ജോബ് ഓപ്പണിംഗ് ഉണ്ട്. സാധാരണ നോർമലി വരുന്ന നമ്മളുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് നാളെയാണ് വരുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്കാണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. കാരണം ഇന്ന് തിങ്കളാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ടിട്ട് US മാർക്കറ്റ് അവധി ആയതുകൊണ്ടിട്ട് നാളെ ആയിരിക്കും എന്താ പറയുക, ഒരു വീക്കിൻ്റെ 3ാമത്തെ ദിവസമാണ് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ വ്യാഴാഴ്ച നാളെയാണ് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നത്. സോ നാളെയും വലിയ രീതിയിലുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. പക്ഷേ മറ്റന്നാൾ നോൺ ഫാം പേറോൾ ഉണ്ട്. ഉച്ചയ്ക്ക് 1:30 UK ടൈമിങ്ങിനാണ് നോൺ ഫാം പേറോൾ ഉള്ളത്. അതുകൊണ്ടിട്ട് മറ്റന്നാൾക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ 3ാമത്തെ ദിവസമാണ് നടക്കുന്നത്. ഇതേപോലെ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അടുത്ത ബാച്ചിൽ നമുക്കത് കൺസിഡർ ചെയ്യാവുന്നതുമാണ്. 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഇനി അടുത്ത ബാച്ച് നടക്കാൻ പോകുന്നത്. എന്താ പറയുക, എനിക്ക് രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30ക്കും 10:30 മണിക്കും ആയിരിക്കും ഈ ഒരു ബാച്ച് നടക്കുന്നത്. നിങ്ങൾ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതുമായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 148.66 എന്ന് പറയുന്ന റേഞ്ചിലാണ്. JPY നിൽക്കുന്നത് 148.65 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ ഇന്നലെ JPYയുടെ റേഞ്ച് മാറി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. 148.60 നിൽക്കുന്നു. ഇന്നലെ 148ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയും നമ്മളുടെ പല ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്തു. സോ JPYയിൽ ബേസിക്കലി ഒരു 10 ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് തന്നെ ഒരു 2 വട്ടമായിരിക്കും കഴിഞ്ഞ ഒരു മാസത്തിൽ പോലും എന്താ പറയുക സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. അത് ഉറപ്പായിട്ടും ആ ഒരു ലോസ് നമ്മൾ സഹിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ JPY നമുക്കിനി എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കി പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു എന്താ പറയുക, നമുക്ക് JPYയിലോട്ട് എന്താണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം ഇന്നലെ നമുക്ക് ക്ലോസ് ആവുന്ന മാർക്കറ്റ് ക്ലോസിങ്ങും എല്ലാം 148ൻ്റെ മുകളിലായിരുന്നു. 148 നല്ല ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ 148ൻ്റെ അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഇനി നമ്മുടെ കൺമുന്നിലുള്ളത്. 148ൻ്റെ അവിടെ എത്തിക്കിട്ടിയാൽ നമുക്ക് 148ൻ്റെ അവിടെ നിന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ 148ൻ്റെ അവിടെ ബൈ എടുക്കുന്ന ആൾക്കാർ 147.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 148ൻ്റെ റേഞ്ച് വിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ എത്രയാണ് 150, അതിനുശേഷം 154. സോ 150ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് കയറിയാൽ അത് ഷുവറായിട്ടും 154 ടച്ച് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിനകത്ത് ഡൗട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വൈഡർ റേഞ്ചിലുള്ള മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ 148 to 154, 148ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ഒരു ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. സോ ഈ ഒരു വീക്കെൻഡോട് കൂടിയും 148ൻ്റെ മുകളിൽ തന്നെ ആണെങ്കിലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ഓക്കെ മാർക്കറ്റ് ഈസ് എബവ് 148. സോ റേഞ്ച് മാറി 148ൻ്റെ മുകളിലായി. 148 to 154 ആയിരിക്കും ഇനിയുള്ള കുറച്ച് കാലത്തെ റേഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അല്ലേ. സോ ഇതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. JPY
റേഞ്ചിനകത്ത് തന്നെ നിൽക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. വേറെ എന്താ പറയുക, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 1.5 മാസം 2 മാസം മുന്നേ ആയിട്ട് JPY 148 മുകളിൽ കയറിയതാണ്. പക്ഷേ ജപ്പാനിൽ ഉണ്ടായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണമാണ് അവിടുത്തെ ഭൂരിപക്ഷം നേടിയ പാർട്ടിക്ക് കുറച്ച് ഭൂരിപക്ഷം ഇല്ലായ്മ ഉണ്ടായത് കൊണ്ടിട്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയതും 148 എന്ന് പറയുന്ന റേഞ്ച് വിട്ട് താഴോട്ട് പോയതും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയതാണ് അല്ലേ. സോ അങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ 148 നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും 148 അവിടെ 148.1 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ഓർഡർ ഇട്ട് വെക്കുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടണം. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ 148.8 സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ 147.3 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. ഒരു 70 to 80 പിപ്സ് ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ റെക്കമെൻഡേഷൻ 1:1.5 റേഷ്യോ ആണ്. അതായത് 120 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ് വെക്കണം. പക്ഷെ അത് പറ്റാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത്രയും നേരം ഇതാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 100 പിപ്പിൻ്റെ എങ്കിലും 80 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ 100 പിപ്പിൻ്റെ എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്തു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ യൂറോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, പല ആൾക്കാരും നല്ല ബ്രോക്കർ നോക്കുന്നുണ്ട്. പല ബ്രോക്കേഴ്സിനും ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, അതേപോലെ വിഡ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു ബ്രോക്കറിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് പല ആൾക്കാരും പറയും, ഓക്കെ ഇന്ന ബ്രോക്കറിൽ പൈസ ഇട്ടു, പൈസ പോയി, പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ അവരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമ്മളൊരു ബ്രോക്കർ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തുക. അത് എവിടേക്കാണ് റെഗുലേറ്റഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പല ആൾക്കാർക്കും റെഗുലേഷൻ എന്താ, അല്ലെങ്കിൽ എന്താ പറയുക, രജിസ്റ്റേർഡ് എന്താണെന്നുള്ളൊരു കാര്യത്തിന് ഒരു വ്യത്യാസം അറിയത്തില്ല. ഓക്കെ, പല ആൾക്കാരും ഞാൻ ചോദിക്കുമ്പോൾ, ഓക്കെ ഇന്ന കമ്പനി UK രജിസ്റ്റേർഡ് ആണല്ലോ, ഓഫീസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. സോ റെഗുലേഷനും എന്താ പറയുക, ഇവിടെ ഒരു ഓഫീസ് ഉണ്ടോ തമ്മിൽ ഒരു ബന്ധവും ഇല്ല കേട്ടോ. റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കൺട്രി UK ബേസ്ഡ് റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണോ, അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് UAE ഉള്ള ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അത് നമ്മൾ ഗൂഗിളിൽ നോക്കിയാലും കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ ChatGPT പോലെ ഉള്ള സംഭവത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷനും നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ UK സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് വെറും 75 പൗണ്ടേ ഉള്ളൂ, 7,500 രൂപ മാത്രമേ ഉള്ളൂ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടിട്ട് അത് നോക്കി പോവുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറാണ്. ആ ബ്രോക്കറിനെ കുറിച്ച് പറയുമ്പോൾ UK റെഗുലേഷൻ, UAE റെഗുലേഷൻ, അതേപോലെ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്ന് പറയുന്ന മേജർ രാജ്യങ്ങളിലെ റെഗുലേഷൻ ഉള്ള ഒരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ $100,000 വരെ ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് കൂടെ ഏറ്റവും വളരെ ടൈറ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്പ്രെഡും 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ആസ് എ ബിഗിനർ നല്ല രീതിയിലുള്ള ബോണസ് പ്രോഗ്രാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോണസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 20% ബോണസ് കിട്ടും. അതിൻ്റെ കൂടെ ഫസ്റ്റ് $500 50% അവർ ബോണസായിട്ട് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ അത് വെച്ച് നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമ്മൾ യൂറോയിലോട്ട് വരുമ്പം 1.16542 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.16 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന്. സോ 1.16 അവിടെ ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50 പിപ്സിൻ്റെ പ്രോഫിറ്റിൽ നിൽക്കുന്നു. പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുള്ള ആൾക്കാർക്ക് മാറാം, ഇല്ല എന്ന ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. വീണ്ടും 1.1600 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 1.1530 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കുക.
ഓക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ 1.1600 അവിടെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതി ലോട്ട് മാത്രം എടുത്ത് ബാക്കി ലോട്ട് 1.1500 അടുത്ത് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് എടുത്ത് പോവുക. കാരണം യൂറോയിലുള്ളൊരു വലിയൊരു ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഉള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഫ്രഞ്ച് പ്രൈം മിനിസ്റ്റർ മാറാനായിട്ടുള്ള പോസിബിലിറ്റിയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സെപ്റ്റംബർ 8 ആണ് അതിൻ്റെ തീരുമാനം ഉണ്ടാവുക. സെപ്റ്റംബർ 8 ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് നേരെ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന GBP ആയിരിക്കും. GBP അങ്ങനെ യൂറോ താഴോട്ട് പോയാൽ GBPയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുകയും GBP മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുകയും ചെയ്യും. സോ GBP ഇപ്പോൾ 1.3400 നിൽക്കുന്നു. നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് 1.3342 വന്നതാണ് മാർക്കറ്റ്. പല ആൾക്കാരും ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഓക്കെ, GBP വീണ്ടും നമുക്ക് ഒന്നും കൂടെ ആ ഒരു റേഞ്ചിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ എന്നുള്ളതാണ്. 1.3300 1.3340 ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റിയിൽ എടുത്ത് പോകാം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക GBPയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ GBP 1.3300 ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻട്രി. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. 1.3340 അവിടെ എത്തിയാൽ പോലും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ 3539 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ, നമ്മൾ വീണ്ടും ഓൾ ടൈം ഹൈകൾ കാണാനായിട്ടുള്ള ഇടയ്ക്കൊരു കാലം ഉണ്ടായിരുന്നല്ലേ, എപ്പോഴും എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ വരുന്നൊരു സീസൺ അല്ലേ. സോ അതേപോലെ ഓൾ ടൈം ഹൈ വന്നുകൊണ്ടിരിക്കുന്ന സീസണാണ്. എന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണ് എന്നെനിക്കറിയില്ല. ഓക്കെ, മാർക്കറ്റിന് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം. മാർക്കറ്റ് ഇവിടുന്ന് എങ്ങോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. മാർക്കറ്റിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഒരു പിടിയില്ല. ഓൾ ടൈം ഹൈഡ് അവിടെ നിന്ന് സെല്ലെടുക്കരുത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലെടുത്തിട്ടുള്ള പല ആൾക്കാരും ഇപ്പോൾ പെട്ട് കിടക്കുകയാണ്. സെല്ലെടുക്കാതിരിക്കുക, സെല്ല് ഒഴിവാക്കുക, ബൈയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നമ്മുടെ നമ്മുടെ ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത് 3530 എന്ന് പറയുന്ന അവിടെ കിട്ടിയാൽ 3521 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് ഡൗട്ടുണ്ട്. കാരണം എനിക്ക് റീട്രേസ് ചെയ്തൊന്ന് കിട്ടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബൈ എൻട്രി കിട്ടിയാൽ മാത്രം ബൈ എടുക്കാനായിട്ട് ഇരിക്കുകയാണ് ഞാൻ. കംഫർട്ടബിൾ ആയിട്ടൊരു എൻട്രി എവിടെയാണെന്ന് വെച്ചാൽ 3480 ഇന്നലെ US മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്തുള്ള ഒരു പ്രൈസിൽ വീണ് കിട്ടിയാൽ അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഹെവി ഫ്ലോ ഫണ്ട് അവിടെ നടക്കും. അതുകൊണ്ടിട്ട് തന്നെ അതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എൻട്രി. അത് 3580 വരെ വെയിറ്റ് ചെയ്യണമെന്നും റെക്കമെൻഡേഷൻ ഇല്ല. 3585 വരെയൊക്കെ ആയിരിക്കും മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 3580-85 റേഞ്ചിലൊക്കെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നോൺ ഫാം പേറോളോട് കൂടി ചിലപ്പോൾ മാർക്കറ്റ് 3600 ഓക്കെ, അറ്റ്ലീസ്റ്റ് 3600 മാർക്കറ്റ് റീച്ച് ആവാനായിട്ടുള്ള ചാൻസസും വളരെ 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 കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെ എന്താ പറയുക, പല കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങൾ ബ്രിക്സ് കറൻസി, ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്ന കൂട്ടായ്മ നടക്കുന്നുണ്ട്. അതിനെതിരെ US എന്തെങ്കിലും ഉപരോധങ്ങൾ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമാധാന ചർച്ച പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനൊരു തീരുമാനമായിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യ ചൈന റഷ്യ എന്ന് പറയുന്നൊരു സഖ്യമായിട്ട് US ഒന്നിക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലോകക്രമങ്ങൾ റിയലൈൻ ചെയ്യേണ്ടതായിരിക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെ നടക്കത്തില്ല എന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലോകക്രമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവുകയും അവിടുന്ന് പിന്നീട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ഗോൾഡിലുള്ള ഓപ്പർച്യൂണിറ്റിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. നമുക്ക് താഴോട്ട് വീഴാനാണെങ്കിൽ ഒരുപാട് താഴോട്ട് പോകാനുണ്ട് അല്ലേ. പക്ഷേ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത് 3680 മിക്ക വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കുകളും ഒക്കെ പറയുന്നത്
3680 ഈ ഒരു ഒക്ടോബർ അല്ലെങ്കിൽ ഈ ഒരു വർഷാവസാനത്തോടെ റീച്ച് ആകും എന്ന് പറയുന്നത്. സോ അതിലൊക്കെ എന്ത് ഇതുണ്ട് എന്ന് 3300-ലും 3200-ലും ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഈവൻ 2200 2300-ലൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ മാർക്കറ്റ് 3600 വരെയൊക്കെ പോവും എന്നുള്ള ഇൻറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നടന്നു എന്നുള്ളതാണ്. 3600 ഇന്ന് മാർക്കറ്റ് പോയിട്ടുള്ളത് 3546. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊക്കെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് $1600 കിടന്ന സാധനം അതിൻ്റെ ഇരട്ടിയെക്കാട്ടിലും കൂടുതലായി 3 വർഷം കൊണ്ട്, അല്ലേ? സോ അത് ഭയങ്കര 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 വലിയ മൂവ്മെൻ്റ് ആണ് ഗോൾഡിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ 3 വർഷത്തിൽ. സോ അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം വാറ്, റഷ്യ ഉക്രൈൻ വാർ, അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് പല രാജ്യങ്ങളും തമ്മിലുള്ള വാർ, അതിൻ്റെ കൂടെ US പ്രസിഡന്റ് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതിനകത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. കൂടുതലും ഞാനിപ്പോൾ ചെയ്യാറുള്ളത് കറൻസീസിലാണ്. നിങ്ങളും അങ്ങനെ കറൻസീസിൽ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഗോൾഡിൽ 0.1 ലോട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് GBP അല്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ JPYയിൽ 0.3 ലോട്ട് വരെ എടുത്ത് ട്രേഡ് ചെയ്ത് പോകാവുന്നതുമാണ്. സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധമായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, ഉറപ്പായിട്ടും ഗോൾഡിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം 3538 നിൽക്കുന്നു. കാരണം താഴേന്നേ മേടിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയിട്ട് വരാനും ഉള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണാം. പുതിയ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ. ക്ലാസ്സസ് വേണ്ടുന്ന ആൾക്കാർക്ക് എൻ്റെ നമ്പർ കൊടുത്താലും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.